VPP മുസ്തഫ, ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിനോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട് ഭാഷയിൽ അല്പം വ്യത്യാസം വന്നു എന്ന് വേണം ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ചില വാർത്തകളിൽ ചില പ്രതികരണങ്ങളായി വരുന്നത് 26,125 ആശമാരിൽ ഒട്ടും സ്വാധീനമില്ലാത്ത ചിലരുടെ സമരം, അവർ ഇടയ്ക്കിടെ ആവശ്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് എന്ന രീതിയിൽ ആ സമരത്തെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതികരണമാണ്. സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങളിൽ നൽകുമ്പോൾ കേന്ദ്രമെടുക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില വിഷയങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ആശമാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന തുച്ഛമായ തുക, അതാണല്ലോ അവരുടെ വിഷയം. അതിലെ വലിയ വിഷയങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ശ്രീ VPP മുസ്തഫ, ഈ ഓണറേറിയം എന്നുള്ളത് കൃത്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയമായി മാറിയിട്ടില്ലേ യഥാർത്ഥത്തിൽ? ആശമാരുൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് CPIM-നും CITU-വിനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ സുവ്യക്തമായ നിലപാട് തന്നെയാണുള്ളത്. ആ നിലപാട് ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ വാചകം ഞാൻ പറയാം. പൊതുജനാരോഗ്യ സംരക്ഷണാർത്ഥം ദിവസവും 8 മണിക്കൂറിലേറെ ജോലി ചെയ്യേണ്ടി വരുന്ന ആശമാരുടെ വേതനം ന്യായമായി ഉയർത്തണമെന്നത് ദീർഘമായി നിലനിൽക്കുന്ന ആവശ്യമാണ്. ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ഈ വാചകത്തോടു കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആശമാർക്ക് അവർക്ക് അന്തസ്സായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വേതനം ഉണ്ടാകണം എന്ന സ്റ്റാൻഡ് CPIM-നും ഇടതുപക്ഷത്തിനും ഉള്ളത് കൊണ്ടാണ് CPIM-ന്റെ മുഖപത്രം അതിൻ്റെ മുഖപ്രസംഗത്തിലെ ആദ്യത്തെ വാചകം തന്നെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പിന്നെയും പറയുകയാണ് ആ മുഖപ്രസംഗത്തിൽ, കഠിനമായി പണിയെടുക്കുന്ന ആശമാർക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഈ ദിശയിൽ ആദ്യം വേണ്ടത് ആശമാരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക എന്നതാണ്. മിനിമം വേതനവും പെൻഷനും ഉറപ്പാക്കാൻ ഈ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല, ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് CITU-വിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മിനി സൂചിപ്പിച്ചതുപോലെ രാജ്യത്തുടനീളം ഓരോ സംസ്ഥാനത്തും സമരം നടക്കുന്നത്, പാർലമെന്റിന് മുമ്പിലും സമരം നടക്കുന്നത്. ഈ 2024 ഒക്ടോബറിലാണ്, ഒരുപാട് പഴയ ഭൂതകാലത്തൊന്നുമല്ല. സംസ്ഥാനങ്ങൾക്ക് മുന്നിലുള്ള സമരം ഓണറേറിയവുമായി ബന്ധപ്പെട്ടല്ലേ ഡോക്ടർ VPP മുസ്തഫ? അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ശരിയും കേരളത്തിൽ തെറ്റുമാകുന്നത് എങ്ങനെയാണ്? താങ്കൾ ഈ മുഖപ്രസംഗത്തിന്റെ ആദ്യ വാചകങ്ങൾ ഉദ്ധരിച്ചല്ലോ, അപ്പോൾ അവസാനത്തെ വാചകങ്ങളിലേക്ക് കൂടി വരണ്ടേ? ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJP-യുടെ പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചിരിക്കുന്നത്. അവരങ്ങോട്ട് വരുമ്പോൾ കടന്നു പോകൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്വം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വെളിച്ചത്ത് വരുന്നു. എന്തൊക്കെ വെളിച്ചത്ത് വരുന്നു എന്ന് താങ്കൾ പറയണം. അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം മറച്ചുപിടിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ച് മിനി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ആവശ്യം മാറിയെന്നാണ് ഈ ഘട്ടത്തിൽ CPM-ന് തോന്നുന്നത്? ആശമാരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു ജീവിതം ഉറപ്പുവരുത്താനുള്ള നിലപാടാണ് ഞാൻ വായിച്ച ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലെ വരികളിലുള്ളത്. അതാണ് ഇന്ത്യയിലെ ആശമാരുടെ അടിസ്ഥാന നിലപാട്. അവരെ തൊഴിലാളികളാക്കണം. അവരിപ്പോൾ ആക്ടിവിസ്റ്റുകൾ മാത്രമാണ്. സർക്കാർ രേഖകൾ അനുസരിച്ച്, അവരുടെ നിയമനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ വെറും ആക്ടിവിസ്റ്റുകൾ മാത്രമാണ്. ആക്ടിവിസ്റ്റുകൾക്ക് എവിടെയും ശമ്പളം കൊടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത് പലതും സന്നദ്ധ സേവനമല്ലേ ആയിട്ട് വരിക. അതുകൊണ്ട് ആശമാർ ചെയ്യുന്ന സേവനത്തിനനുസരിച്ച് അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് കിട്ടണം. അതാണ് 10 ലക്ഷം ആശമാരുടെ, അവരെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ നിലപാട്. ആ നിലപാടാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ശ്രീ VPP മുസ്തഫ, ഇവർ ഈ ആക്ടിവിസ്റ്റുകളായിരിക്കുമ്പോൾ തന്നെയല്ലേ നിയമസഭയിൽ UDF കാലത്ത് ഇവരുടെ ഓണറേറിയം കൂട്ടണമെന്നാവശ്യപ്പെട്ട് അന്ന് MLA ആയിരുന്ന എളമരം കരീം ആവശ്യമുന്നയിച്ചത് അല്ലേ? അന്ന് എത്രയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്? അവിടെ മാത്രമല്ല സ്മൃതി, എളമരം കരീം നിയമസഭയിൽ മാത്രമല്ല ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷന്റെ നാഷണൽ ലേബർ കോൺഫറൻസുകളുണ്ട്, ഇന്ത്യൻ ലേബർ കോൺഫറൻസുകൾ. അത് യഥാർത്ഥത്തിൽ അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ പങ്കെടുക്കുന്ന
തൊഴിലാളികൾ ആയിട്ട് അംഗീകരിച്ച രജിസ്ട്രേഡ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാണ്. 2012 ആശമാരുടെ സമരം ഉന്നയിച്ച് CITU രാജ്യവ്യാപകമായി സമരം നടത്തുകയും ആ സമരത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 2013 UPA ഭരിക്കുന്ന കാലത്ത്, രണ്ടാം UPAയുടെ കാലത്ത് ഇന്ത്യൻ ലേബർ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഈ ആശമാരുടെ കാര്യം ഉൾപ്പെടുത്തി. അവർ വെറും ആക്ടിവിസ്റ്റുകളായിരുന്നിട്ട് പോലും അങ്ങനെ ഉൾപ്പെടുത്തിപ്പിക്കാൻ കഴിഞ്ഞത് CITUവിന്റെ സമരവും നിലപാടും കൊണ്ടാണ്. സമരങ്ങളെ തള്ളുന്നില്ല ഡോക്ടർ VPP മുസ്തഫ. CITU സമരങ്ങളെ തള്ളുന്നില്ല. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും ഗൗരവത്തിലുള്ളതാണ്. അത് കേന്ദ്രം മാത്രം നടപ്പാക്കണം. കേന്ദ്രത്തിനാണ് നടപ്പാക്കാനാവുക എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ സംസ്ഥാനം ചെയ്യേണ്ട കാര്യം സംസ്ഥാനം ചെയ്യണമല്ലോ. ഓണറേറിയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് UDF കാലത്ത് നിയമസഭയിൽ ഓണറേറിയം 10,000 ആക്കണമെന്ന് 2014 ആവശ്യപ്പെടാമെങ്കിൽ 2025 ഓണറേറിയം 21,000 ആക്കാമെന്ന് ആവശ്യപ്പെടാമല്ലോ. ഈ 21,000 എന്ന കണക്ക് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് പ്രകടന പത്രികയിൽ, അല്ലേ? അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കൂട്ടി അതിലൂടെ വോട്ട് നേടാമെന്നുള്ള പ്രതീക്ഷയാണോ? ഞാൻ പറഞ്ഞു വന്നത് 2013 അങ്ങനെ ഇന്ത്യൻ ലേബർ കോൺഗ്രസിൽ ഉൾപ്പെടെ ആശമാര് അവർ വെറും ആക്ടിവിസ്റ്റുകളായിരിക്കുമ്പോൾ പോലും തൊഴിലാളികളുടെ യോഗത്തിൽ ആ പ്രശ്നം ഉന്നയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, ഇന്ത്യയിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക്. എന്നാൽ 2015 ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര അധികാരം വന്നതിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം പോലും കഴിഞ്ഞ 10-11 വർഷമായിട്ട് കൂടിയിട്ടേയില്ല. ഇന്ത്യയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ആശമാരുൾപ്പെടെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം മുഴുവൻ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലായ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ലേബർ കോഡുകൾ ഉൾപ്പെടെ വന്നു നിൽക്കുന്നു. തൊഴിൽ സമയം നീട്ടണമെന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നു. ആ ഇന്ത്യൻ ലേബർ കോൺഗ്രസ് പോലും കഴിഞ്ഞ 11 വർഷമായിട്ട് മോഡി ഭരണത്തിൽ വിളിച്ചിട്ട് പോലുമില്ല. അങ്ങനെ തീർത്തും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ആശമാരുൾപ്പെടെയുള്ള ആളുകളെ തൊഴിലാളികളായി അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ, അതിന്റെ മന്ത്രി തന്നെ വന്നിട്ട് ഈ സമരമുഖത്ത് നിൽക്കുന്നതിന്റെ ലാക്കെന്താ? അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സമരത്തിന്റെ ദിശ തെറ്റിപ്പോയിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇടതുപക്ഷ സർക്കാരിനെ കരിവാരി തേക്കാൻ വേണ്ടി ബോധപൂർവം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ തീരുമാനമെടുക്കേണ്ട, അവർ കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകളല്ലാതാകുന്നു, അല്ലേ? അവർ പെട്ടെന്ന് ഗൂഢാലോചനക്കാരാകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.